നമസ്കാരം, ഏഷ്യൻ ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ബിടെക് വിദ്യാർത്ഥിയായിരിക്കെയാണ് മാവൂർ സ്വദേശി മുഹമ്മദ് റാഷിദിൻ്റെ മനസ്സിൽ സ്റ്റാർട്ടപ്പ് സ്വപ്നം പൂവിട്ടത്. പക്ഷേ കയ്യിലുള്ളത് ആശയവും വീട്ടുകാരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നുമായി വാങ്ങിയ 30,000 രൂപയും മാത്രം. നേരെ പോയി കേരള സ്റ്റാർട്ടപ്പ് മിഷനിലേക്ക്. റാഷിദ് ഇന്ന് നടന്നെത്തിയത് 10ലേറെ രാജ്യങ്ങളിൽ ഉപഭോക്താക്കളുമായി കുതിക്കുന്ന കോഡ്സ് ആപ്പിൻ്റെ മേധാവി എന്ന പദവിയിൽ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കായി സോഫ്റ്റ്വെയർ ഒരുക്കുക എന്ന ലക്ഷ്യത്തിൽ 2014 സ്റ്റാർട്ടപ്പ് മിഷനിലെത്തിയത്. നിരന്തര പരിശീലനം മാത്രമല്ല, കമ്പനിയായി പ്രവർത്തിക്കാൻ സൗകര്യവും സ്ഥലവും ലഭിച്ചു. കൂടെ പ്രവർത്തിക്കാനുള്ള സംഘം, സോഫ്റ്റ്വെയർ ഉപയോക്താക്കൾ എന്നിവയെല്ലാം രൂപീകരിച്ചാണ് അവിടെ നിന്ന് മടങ്ങിയത്. സുഹൃത്ത് ഷമീറും കൂടെ ചേർന്നു. 2 പേരുടെ മേധാവിത്വത്തിൽ 2019 UL സൈബർ പാർക്കിലും പിന്നീട് ഗവൺമെൻറ് സൈബർ പാർക്കിലും ഓഫീസ് തുടങ്ങി. മികവ് പരിഗണിച്ച് സർക്കാരിൽ നിന്ന് 12 ലക്ഷം രൂപയുടെ പരിശീലനം, അഡ്മിനിസ്ട്രേഷൻ, ലേണിംഗ് മാനേജ്മെൻറ്റ്, അക്കാദമിക്സ് എന്നീ മേഖലകളിൽ ഉപയോഗിക്കാവുന്ന സോഫ്റ്റ്വെയറുകളാണ് അന്താരാഷ്ട്ര തലത്തിൽ തയ്യാറാക്കുന്നത്. ആയുഷ് മിഷനുള്ള പ്ലാറ്റ്ഫോമും ഒരുക്കി. സ്റ്റാർട്ടപ്പ് മിഷന്റെ തിരഞ്ഞെടുത്ത സംരംഭകരായി അമേരിക്കയിൽ സന്ദർശനവും നടത്തി. നിലവിൽ 40 ജീവനക്കാരുണ്ട്. 20 ജീവനക്കാരുമായി പുതിയ ഓഫീസ് ഹൈലൈറ്റ് മാളിൽ. എല്ലാം ഒരു അത്ഭുതം പോലെ തോന്നുമെങ്കിലും അധ്വാനവും സർക്കാരിന്റെ പിന്തുണയുമാണ് സംരംഭകനിലേക്കുള്ള പാതയ്ക്ക് ഊടും പാവും പകർന്നതെന്ന് റാഷിദ് പറയുന്നു. 0-ൽ നിന്നാണ് യാത്ര തുടങ്ങിയത്. കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ പിന്തുണയാണ് എന്നെപ്പോലെ ഒരുപാട് പേരുടെ ആശയങ്ങൾക്ക് ചിറകു പകരുന്നത്. സ്റ്റാർട്ടപ്പുകൾക്ക് നൽകുന്ന പ്രോത്സാഹനത്തിലൂടെയും IT കമ്പനികൾക്കായുള്ള ഗവൺമെൻറ് സൈബർ പാർക്ക് വഴിയും കോഴിക്കോട് IT മേഖലയിൽ കുതിപ്പ് പ്രകടമാണ്. നിരവധി വലിയ കമ്പനികളാണ് ഇപ്പോൾ ഇവിടെ പ്രവർത്തിക്കാനെത്തുന്നത്. അടിസ്ഥാന സൗകര്യ വികസനം ഉൾപ്പെടെ കോഴിക്കോടിൻ്റെ മൊത്തത്തിലുള്ള വളർച്ചയാണ് ഈ മാറ്റത്തിന് പിന്നിൽ.